പുതിയ വിവരങ്ങളിലേക്ക് പോയാൽ ആയത്തുള്ള ഖമേനിയും പ്രസിഡന്റും സുരക്ഷിതരാണെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇപ്പോൾ പറയുന്നു. അതിൽ ഇറാൻ ആവർത്തിക്കുന്നു, ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടിട്ടില്ല, സുരക്ഷിതനാണ് എന്നല്ലേ? ഉറപ്പായും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു പ്രതികരണം പുറത്തു വരികയാണ്. ഇപ്പോൾ ഇസ്രയേലിന്റെ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇറാന്റെ ഔദ്യോഗികമായ വിദേശകാര്യ വക്താവ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. ഇറാനിൽ ഒരു തരത്തിലുമുള്ള വാദങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല, ഖമനയി സുരക്ഷിതനാണ് എന്ന കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം. കൊല്ലപ്പെട്ടിരിക്കാം എന്ന ആദ്യത്തെ നെതന്യാഹുവിന്റെ പ്രതികരണം രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ രണ്ടാമതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം കൊല്ലപ്പെട്ടു എന്നും ഖമനയുടെ മൃതദേഹം കണ്ടെത്തി എന്നുമായിരുന്നു രണ്ടാമത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നിർണായകമായ ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇറാന്റെ വിദേശകാര്യ ഔദ്യോഗിക വക്താവ് പ്രതികരിച്ചിരിക്കുന്നു. ഖമനയി സുരക്ഷിതനാണ് എന്ന പ്രതികരണം ഇപ്പോൾ പുറത്തു വരികയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവാണ് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. നേരത്തെ ഇറാൻ മാധ്യമങ്ങൾ തന്നെ ഇസ്രയേലിന്റെ വാദങ്ങൾ കള്ളമാണ് എന്ന പ്രതികരണം നടത്തിയിരുന്നു. ഈ രൂപത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അവകാശവാദങ്ങളും നടത്തുമ്പോഴും ഒരു തരത്തിലുമുള്ള തെളിവുകൾ നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇസ്രയേലിന്റെ വാദങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു മണിക്കൂറിന് മുൻപാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഡിക്റ്ററ്റർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കാം എന്ന അതിനാണ് സാധ്യത, അത് തന്നെയാണ് താൻ കാണുന്നത് എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഉന്നത ഉദ്യോഗസ്ഥർ, സുരക്ഷാ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ, ഉയർന്ന സൈനികർ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും പ്രതികരണം നടത്തുകയും ചെയ്തത്. ഖമനയെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഖമനയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രതികരണം. അതിന് പിന്നാലെ ഇപ്പോൾ കൃത്യമായൊരു പ്രതികരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഖമനയി സുരക്ഷിതനാണ്, ഖമനയിക്ക് ജീവഹത്യ സംഭവിച്ചിട്ടില്ല എന്ന പ്രതികരണം ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി തന്നെ വരുന്നു എന്നുള്ളത് പ്രധാനമാണ് ഈ നിമിഷത്തിൽ. റോഷ്നി, ഇപ്പോൾ വിവരിച്ചത് ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ഖമനയി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടപ്പോൾ ഇല്ല, കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വിശദീകരണം വരികയാണ്. അങ്ങനെ ഖമനയി കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഇസ്രയേലി മാധ്യമങ്ങളടക്കം പറഞ്ഞത് മൃതദേഹം കണ്ടെത്തി എന്നൊക്കെയായിരുന്നു. ഖമനയി കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളും അത്തരത്തിലായിരുന്നു. പക്ഷേ ആ വാർത്ത ഇറാൻ നിഷേധിച്ചിരിക്കുന്നു. സജോ, ഇതിൽ അഭ്യൂഹങ്ങൾ, പുറത്തു വരുന്ന വാർത്തകൾ, ഇസ്രയേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ, നെതന്യാഹുവിന്റെ വാക്കുകൾ, ഇതൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. ഇറാൻ പക്ഷെ അതെല്ലാം നിരാകരിക്കുന്നു. ഇല്ല, തങ്ങളുടെ പരമോന്നത നേതാവ് സുരക്ഷിതനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഖമനയും പ്രസിഡന്റും സുരക്ഷിതരാണെന്ന് ഇറാൻ പറയുകയാണ്. റോഷ്നി, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇസ്രായേൽ സീനിയർ ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആദ്യമായി അവരുടെ അവകാശവാദം എന്ന നിലയ്ക്ക് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കാം എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് സ്വാഭാവികമായി ഇത് സംബന്ധിച്ച് ഖമേനി എവിടെ എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രധാനമായും ആശ്രയിച്ചത് അതിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അത് സമ്പൂർണ്ണമായി തള്ളുകയാണ് ഇറാനിയൻ മാധ്യമങ്ങൾ എന്നതാണ്. ഇത് ഇറാനെതിരായ ഒരു ബൗദ്ധിക യുദ്ധമായി കൂടി ഈ കാര്യത്തിൽ നടക്കുന്നു. അല്ലെങ്കിൽ ഇറാനെ മാനസികമായി, ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ഒരു മെന്റൽ വാർഫെയറാണ് ഇസ്രായേലി അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്നതാണ് ഈ കാര്യത്തിൽ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ, ഇറാന്റെ ഔദ്യോഗിക മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമം രാജ്യത്തിന്റെ നിലപാടായി, ഇറാൻ എന്ന രാജ്യത്തിന്റെ നിലപാടായി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഖമേനി സുരക്ഷിതനാണ്, രാജ്യത്തിന്റെ പരമോന്നത നേതാവും പ്രസിഡന്റും സുരക്ഷിതരാണ്, അവർ ഏതെങ്കിലും നിലയ്ക്ക് കൊല്ലപ്പെട്ടിട്ടില്ല. ഇസ്രായേലി മാധ്യമങ്ങൾ നടത്തുന്നത് മെന്റൽ വാർഫെയർ ആണ് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം നേരത്തെ റോയിട്ടേഴ്സ് തന്നെ ഈ കാര്യം ഇസ്രായേലി സീനിയർ ഒഫീഷ്യൽസ് എന്നാണ്, പേരില്ല അവരുടെ റിപ്പോർട്ടിൽ എന്നാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ റോയിട്ടേഴ്സ് തന്നെയാണ് ആ ഒരു വാർത്ത പുറത്തുവിട്ടത്. അത് അവകാശവാദം എന്ന നിലയ്ക്കാണ്, അതായത് ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ അവകാശവാദം എന്ന നിലയ്ക്കാണ് മുന്നോട്ട് വെച്ചത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. അതായത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന
ഒരു നീക്കത്തിനാണ് തുടക്കമിട്ടത് എന്ന അവകാശവാദമാണ് പ്രധാനമായും ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വെക്കുന്നത്. ഇനി അധികം വൈകാതെ തന്നെ ഈ കാര്യത്തിൽ നടക്കാനിരിക്കുന്നത് UN സെക്യൂരിറ്റി കൗൺസിലാണ് എന്നതാണ് കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പുലർച്ചെ ഒരു ഇന്ത്യൻ സമയം പരിശോധിക്കുകയാണെങ്കിൽ പുലർച്ചെ ഒരു 2:30 UN സെക്യൂരിറ്റി കൗൺസിൽ UN സുരക്ഷാ കൗൺസിൽ യോഗം ചേരുകയാണ്. UN സുരക്ഷാ കൗൺസിലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വളരെ വേഗത്തിലുള്ള സമാധാന ശ്രമങ്ങളിലേക്ക് നയിക്കാൻ ഉതകുന്ന തീരുമാനം വേഗത്തിൽ എടുത്തു നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഏജൻസിയാണ് എന്ന് ഈ ഘട്ടത്തിൽ പ്രത്യാശിക്കുക വയ്യ. കാരണം UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ചരിത്രം അതാണ്. സ്വാഭാവികമായും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും വിധം പ്രവർത്തിച്ച ചരിത്രമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒരു പീസ് ഏജൻസിയും ഇതിനിടെ ട്രംപ് തന്നെ മുൻകൈയെടുത്ത് രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിനൊടുവിൽ പക്ഷേ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ, അതായത് വീട്ടോ അധികാരമുള്ള രാജ്യങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ സമാധാന ശ്രമങ്ങൾ കാര്യക്ഷമമായി വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു UK-ക്കും അതായത് ബ്രിട്ടനും സമാധാന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനാണ് താല്പര്യം. അതുൾപ്പെടെ ഒപ്പം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അതായത് GCC രാജ്യങ്ങളും സ്വാഭാവികമായും അവരുടെ മേഖലയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അവരുടെ സാമ്പത്തിക ക്രമത്തെയും ബാധിക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായും സമാധാനം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. പശ്ചിമേഷ്യയുടെ സമാധാനം ലോക സമാധാനത്തിന് തന്നെ വളരെ പ്രധാനമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതുകൊണ്ട് UN രക്ഷാസമിതിക്ക് എന്ത് ഇടപെടൽ നടത്താൻ കഴിയും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ അതേസമയം മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള താല്പര്യം തുർക്കിയടക്കം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ചൈനയും റഷ്യയും അടക്കം സമാധാന ശ്രമങ്ങൾ വേണ്ടതുണ്ട് എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. രക്ഷാ കൗൺസിൽ ചേർന്നതുകൊണ്ട് പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ ഇനി എസ്കലേറ്റ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുക വയ്യ. പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം ഖമേനിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഇത് ഇറാൻ ആന്റിസിപ്പേറ്റ് ചെയ്തതാണ്. നേരത്തെ തന്നെ ആക്രമണം ഉണ്ടാവുകയും റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അതിനുശേഷമാണ് മുഹമ്മദ് ബാഖർ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറായി വരികയും ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവകാശവാദം റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറും അതുകൂടാതെ ആണവ ലക്ഷ്യങ്ങളുടെ പ്രധാന ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു, ഖമേനിയും കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷേ അക്കാര്യത്തിൽ ഇറാൻ ആവർത്തിച്ച് പറയുന്നത് തങ്ങളെ ഈ കാര്യത്തിൽ രാജ്യത്തെ ആത്മവിശ്വാസം തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത പ്രചാരണം, വ്യാജ പ്രചാരണം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് എന്നതിനപ്പുറത്തേക്ക് ലോകക്രമത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഒക്കെ